നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 262ാമത്തെ എപ്പിസോഡാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്. മലയാളിയും പത്മശ്രീ അവാർഡ് ജേതാവും ലോകപ്രശസ്തനായ ബിസിനസ്സുകാരനും 10,000-കണക്കിന് കേരളീയർക്ക് ജോലിയും മറ്റും നൽകി ഒരു വലിയ വടവൃക്ഷം പോലെ ബിസിനസ് രംഗത്ത് നിൽക്കുന്ന പത്മശ്രീ രവി പിള്ളയെക്കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. വർഷങ്ങൾക്ക് മുൻപേ കന്യാകുമാരിയിൽ ഞാനും എൻ്റെ കുടുംബവും ദർശനത്തിന് പോയ അവസരത്തിൽ അമ്പലത്തിനൊരു 100 വാര പിന്നിലായി വലതുവശത്തായിട്ടൊരു ഹോട്ടൽ. അവിടെ നിന്നാൽ സൂര്യോദയവും സൂര്യാസ്തമയവും ഒക്കെ വളരെ നല്ല രീതിയിൽ കാണാൻ സാധിക്കും. വലിയ ഹോട്ടലൊന്നുമല്ല എങ്കിലും അവിടുത്തെ ജനാലകൾ തുറന്നിട്ടാൽ സൂര്യോദയത്തിൻ്റെ മാസ്മരികമായ കാഴ്ചകൾ കാണാം. 2 ഫ്ലോറുണ്ട്. താഴത്തെ ഫ്ലോറിൽ ഞങ്ങൾ മുറിയെടുത്തു. മുകളിലത്തെ ഫ്ലോറിൽ അദ്ദേഹവും കുടുംബവും. ആരവിടെ വരുന്നു ആരവിടെ പോകുന്നു എന്നൊന്നും അറിയില്ല. പക്ഷേ അന്ന് രാത്രി ദേവീ ദർശനത്തിന് ഞാനും ശ്രീമതിയും കൂടി അവിടെ ചെല്ലുമ്പോൾ ഒരു പുഷ്പാഭിഷേകത്തിൻ്റെ ഒരുക്കത്തിലാണ്. ഒരുപാട് ആളുകളൊന്നുമില്ല. ഏകദേശം ആദ്യ പൂജ കഴിഞ്ഞ് 8 മണിക്കുള്ള രണ്ടാമത്തെ പൂജ തുടങ്ങുന്നതോടുകൂടിയാണ് പുഷ്പാഭിഷേകം തുടങ്ങുന്നത്. അവിടുത്തെ ആ അമ്പലത്തിൻ്റെ ചുറ്റും പലതരത്തിലുള്ള പൂക്കൾ കൊണ്ട് കുന്നുകണക്കിന് കൂട്ടിയിട്ടിരിക്കുന്നു. ദർശനം കഴിഞ്ഞ് ആരുടേതാണ് എന്നൊന്നും അറിയില്ല. ദർശനം കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങാൻ ഭാവിക്കുമ്പോൾ 2 പേർ അവിടുത്തെ പൂജാരിയുമായി സംസാരിച്ച് നിൽക്കുന്നു. വേറെ ആരുമില്ല. അദ്ദേഹം ഒരു പുതപ്പ് പുതച്ചിട്ടുണ്ട്. ശ്രീമതി അവിടെ ഇരിക്കുന്നു. ശാന്തിക്കാരൻ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. പുറത്തോട്ടിറങ്ങുമ്പോഴാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. സാറുമായിട്ട് എനിക്കൊരു 1-2 മിനിറ്റ് സംസാരിച്ചാൽ കൊള്ളാം. സംസാരിക്കാമല്ലോ, സന്തോഷത്തോടു കൂടി പറഞ്ഞു. ഞാനൊരു എഴുത്തുകാരനാണ് എന്ന് പറഞ്ഞു. ആഹാ, ആണോ എന്ന്. അങ്ങനെ അദ്ദേഹം പുറത്തോട്ട് വന്നു. അദ്ദേഹവുമായി എൻ്റെ കാഴ്ചപ്പാടുകളും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളും സംസാരിച്ചു. വളരെ വിവേകത്തോടും വളരെ സ്നേഹത്തോടും